നമ്മുടെ അപ്പത്തെ ഫെമിനിസ്റ്റിനെ ഒന്ന് പരിചയപ്പെടണ്ടേ? പേര് ശ്രീകുമാരനുണ്ണി, മറൈൻ എഞ്ചിനീയറാ. ഇൻസ്റ്റയിലുണ്ടേ. ഇറ്റ്സ് എ ഫാമിലി എന്റർടൈനർ. അപ്പോൾ ഒരു ഹൗസിംഗ് കോളനി. എത്രത്തോളം എന്തൊക്കെ പഠിച്ചു ചേട്ടൻ? ഒന്നും പഠിക്കാനുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് മോശമായിരുന്നു. കോളേജ് ടൈം ഒക്കെ എങ്ങനെയായിരുന്നു? നല്ലൊരു സിനിമയായിട്ട് ഭവിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ബാക്കി ശ്രുതി പറയും. എന്റെ ഹാപ്പി അങ്ങനെയുണ്ട്. എന്റെ പേര് ഹാപ്പി ഫ്രെയിംസ്. ചാനലിൽ നല്ല പ്രൊമോഷൻ അത് കഴിഞ്ഞ് നമ്മളൊരു സിനിമയിൽ ഞാനാണ് കുഴപ്പം. ആരും എന്തായാലും സമ്മതിക്കുന്ന പ്രശ്നമൊന്നും ഇവർക്ക് നെഗറ്റീവ് ചെയ്യണ്ടെന്ന് എനിക്ക് സമ്മതിക്കില്ല. ഞാനാണ് വിറ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. അപ്പോൾ ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ ഞാനൊരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ജൂൺ 21 റിലീസ് ആവാൻ പോകുന്ന നടന്ന സംഭവം മൂവിയുടെ പ്രൊമോഷൻ ബേസ് ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ബിചേട്ടൻ, ശ്രുതി ചേച്ചി, സുരാജേട്ടൻ, ലിജോ ചേച്ചി ആൻഡ് സുധി ചേട്ടൻ. ഹലോ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. സ്വന്തം ചാനൽ തുടങ്ങി. ഹാപ്പിയാ? എന്താ ചേട്ടാ അങ്ങനെ ഓക്കെ. അപ്പോൾ നടന്ന സംഭവമാണ് ഇപ്പോൾ നമ്മുടെ വിഷയം. ചേച്ചി ഇവിടെ നേരത്തെ ഒരു പാട്ട് പാടുമായിരുന്നു. ഇപ്പൊ എന്റെ വായിൽ ആ പാട്ട് ഇങ്ങനെ പാടിയില്ല. ഇപ്പൊ പാടിയാലോ നമുക്ക്? പാടാൻ ചേച്ചി, ഒന്നിച്ച് പാടാം. ഞാനും സിനിമയുടെ പ്രൊമോഷന് പോലെ ഞാൻ പാടിയില്ല. സിനിമയുടെ പ്രൊമോഷൻ പാട്ടിൽ തുടങ്ങിയാലോ? പാട്ടിൽ തുടങ്ങിയാലോ? ആ പാട്ട് ഇത് ശങ്കരാഭരണത്തിന് പ്രൊമോഷൻ അല്ല, നല്ല പാട്ടായിരുന്നു അത്. എന്തായിരുന്നു? എന്താ? അല്ല, ആ പാട്ട് നല്ലതായിരുന്നു. സംഭവം നടന്ന സംഭവം അറിഞ്ഞു പോയവർ പറഞ്ഞ സംഭവം. വെരി ഗുഡ്. ഞാൻ പഠിച്ചു. ചേട്ടൻ കളിയാക്കിയതാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആദ്യം ഭയങ്കര കോമഡി ഒരു രീതിയിൽ പോയിട്ട് പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും എന്തോ ത്രില്ലർ മൂഡൊക്കെ വരുന്നുണ്ട് തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു ബിചേട്ടൻ സുരാജേട്ടൻ കോംബോ ഈ സിനിമയിൽ? അടിപൊളി. എനിക്ക് അങ്ങനെ സുരാജേട്ടൻ്റെ കൂടെ അങ്ങനത്തെ ഈ സിനിമയിൽ അങ്ങനെ സീൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓവറോൾ എനിക്ക് കൂടുതൽ ബിജേട്ടനുമായിട്ടായിരുന്നു സീൻസ്. ബട്ട് ഇത് പാർത്തി പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു ഫൺ എലിമെന്റിൽ തുടങ്ങുന്ന ഒരു സിനിമ. ഇറ്റ്സ് എ ഫാമിലി എന്റർടൈനർ. അപ്പോൾ ഒരു ഹൗസിംഗ് കോളനി. എത്രത്തോളം ഇങ്ങനെയായിരുന്നു. ഒന്നും പറയാൻ പൂർത്തിയാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇല്ല, നടന്ന സംഭവം സെറ്റില് സുരാജേട്ടന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ നമ്മുടെ സീൻസ് ഉണ്ടായിരുന്നില്ല. അവിടെ എന്ത് സംഭവം നടന്ന സുരാജേട്ടാ? അവിടെ നടന്ന സംഭവം ഇപ്പൊ തിയേറ്ററിൽ കിടക്കണം. എങ്ങനെയുണ്ടായിരുന്നു കോംബോ? ആരോമ്പോ അടിപൊളിയായിരുന്നു. ഞാൻ ദൂരം അച്ചു ദൂരൊക്കെ അടിപൊളിയായിരുന്നു. എന്തൊക്കെ പഠിച്ചു ചേട്ടൻ? ഒന്നും പഠിക്കാനുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് മോശമായിരുന്നു. ബീച്ചാണ്ട് എന്താ ഇതിന് പറയാനല്ലേ? മോശമായിരുന്നു. ഓക്കെ. ഇപ്പൊ ഇതിൽ നിങ്ങൾ പെയേഴ്സ് ആയിട്ടാണ് വരണേ. ഓക്കെ, ഒരു ഹസ്ബൻഡ് വൈഫ് കോംബോ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായി ബീച്ചാട്ടിന്റെ അവിടെ? ബീച്ചാറിനെ ശ്രുതി ടീച്ചറെ കൂടെ ചെയ്തപ്പോൾ അല്ല, നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി, ഒരു കഥയ്ക്ക് വേണ്ടി ഒത്തുചേരുന്നതാണല്ലോ ഒരു സിനിമയ്ക്ക് വേണ്ടി. ഈ കഥ, ഈ നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആപ്റ്റായിരുന്നു. ശ്രുതിയുടെ കാസ്റ്റ്, എൻ്റെ കാസ്റ്റ്, ഞങ്ങളൊരു പേരായിട്ട്. എൻ്റെ ക്യാരക്ടർ ഷിപ്പി ക്യാരക്ടറാണ്. ഷീ ഈസ് ഓൾസോ വർക്കിംഗ്. അങ്ങനത്തെ ഒരു ഫാമിലി പുതിയതായിട്ടൊരു കോളനിയിലേക്ക്, ഒരു വില്ല, ഒരു ഗേറ്റഡ് കോളനിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമ.
എന്തായാലും എല്ലാവരും ടാലന്റഡ് ആർട്ടിസ്റ്റുകളാണ്, എല്ലാവർക്കും ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് ഈ നടന്ന സംഭവത്തിൽ. ബീച്ചേട്ടന് വില്ലയില് ഭയങ്കര രസകരമായിരുന്നു എന്ന് തോന്നുന്നു. കുറെ ഗേൾസ് ഒക്കെ ആയിട്ട് വില്ലയിലെ ഗേൾസ് ഒക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റിയത്. എല്ലാവരുമായിട്ട് ഞങ്ങളുടെ കുറേ ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ട് കൂടുതൽ നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഗ്യാതറിങ്സ് ഉണ്ടാകും. ഞങ്ങളെല്ലാം ഇരിക്കും. ആക്ച്വലി വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ്. കാരണം നമ്മൾ എവിടെയൊക്കെയോ കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറേ ഇൻസിഡൻസും കുറേ ഈഗോസും മലയാളി ഈഗോസും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുറത്തിണക്കി പോകുന്ന രസകരമായിട്ടുള്ള ഒരു സിനിമ. അപ്പം അതിൻ്റെ ഷൂട്ടും വളരെ രസകരമായിരുന്നു. വളരെ ആസ്വദിച്ചാണ് ഞങ്ങളെല്ലാവരും ചെയ്തത്. മാത്രമല്ല ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. നമ്മുടെ തിരക്കഥാകൃത്ത് രാജേഷ് ഗോപിയുടെ ലൈഫിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമ. രസകരമായിട്ടുള്ള ഇൻസിഡന്റ് ആണ്. ഈ എന്താ തെറ്റിദ്ധാരണകളാണ്. എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മാന്യമായിട്ട് കല്യാണമൊക്കെ കഴിച്ച് നന്നായിട്ട് കുടുംബജീവിതം, എൻ്റെ ഒരു സംശയമില്ല, ഞാൻ അങ്ങനെ മാന്യമായിട്ട് കുടുംബം നോക്കി അങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ഒരാൾ ഒരു കേട്ടില്ല. ഈ പടത്തെ ചെറുപ്പക്കാരൻ ഇപ്പൊ കുറച്ചുകൂടെ ചെറുപ്പമായി തോന്നുന്നു. അതെ, എല്ലാം ക്ലീൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന സ്ഥലത്ത് ഞാനില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം ഇല്ലാത്ത സമയത്ത് എൻ്റെ വൈഫിനെ പാതിരാത്രി വിളിച്ച് അനാവശ്യം ഒരാൾ പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാനും ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട് നടന്ന സംഭവത്തിൽ. അത് കൃത്യമായിട്ടും നിങ്ങൾ ആ സിനിമ 21-ാം തീയതി റിലീസാണ്. അപ്പോൾ തിയേറ്ററിൽ വരിക. എങ്ങനെയാണ് ഞാൻ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ലിജോ ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടില്ല. ലിജോ ആയിട്ട് ഫസ്റ്റാണ് ഞാൻ ഒരു തമിഴ് പടമൊക്കെ കണ്ട് ഫുൾ ഫാനായി. അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്. അടിപൊളിയാണ്, നല്ല ഫാമിലിയാണ്. അത് സിനിമ കാണുമ്പോൾ എന്തുകൊണ്ട് ആളുണ്ടായിരിക്കുന്നു സിനിമ വിളിക്കുന്ന അന്ന് കണ്ട ലുക്കേ അല്ലേ, ഇത് വേറെ ലുക്കൊക്കെ ആയില്ലേ? തന്നെയാന്ന് തോന്നുന്നില്ല. അല്ല, എന്താ വെച്ചാൽ ഞാൻ ഒരാളെ വിളിക്കുന്നത് വേറൊരാൾ തെറ്റിദ്ധരിക്കുന്നതായിക്കൂടെ ആക്ച്വലി, എന്തിനാണെന്ന് അറിയാതെ. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ സിനിമയിൽ ഉണ്ടാകുന്നത്. തെറ്റിദ്ധാരണകളാണ് കൂടുതൽ. അപ്പൊ ഇതിന്റെ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ കണ്ടു. ഭർത്താക്കന്മാർക്ക് ബെസ്റ്റ് ആവാം, വൈഫുകൾക്ക് എന്താ ബെസ്റ്റ് ആയിക്കൂടെ എന്ന്. എന്താ സുരാജ് ചേട്ടാ അതിനുള്ള എന്താ പിന്നെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം? നിങ്ങളെല്ലാരും മാരീഡ് അല്ലേ? നിങ്ങളെല്ലാരും പറയൂ അതിനുള്ള അഭിപ്രായം. ശ്രുതിയല്ല ആ ചോദ്യത്തിന് ആപ്റ്റ് മറുപടി പറയാൻ. രണ്ടുപേരും ചേച്ചി വൈഫുകൾക്ക് എന്താ ബെസ്റ്റ് ആയിക്കൂടെ? എനിക്കുണ്ട് ബെസ്റ്റ്. ആരാത്? എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അല്ല, സിനിമ ബേസ് ചെയ്ത് ഇപ്പൊ സിനിമയുടെ ഒരു കഥ ബേസ് ചെയ്ത് ഇപ്പൊ സുരാജ് ചേട്ടൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ പൊതുവെ ഹസ്ബൻഡ്സിനൊക്കെ ബെസ്റ്റ് ആവാം, നമുക്ക് വൈഫുകൾ. അത് എന്തുകൊണ്ടാ? എനിക്ക് ഐ എം നോട്ട് ഓഫ് ദാറ്റ് ഒപ്പീനിയൻ. എന്നാണ് ഞാൻ പറയുന്നത്. വൈഫ്സിനും ബെസ്റ്റീസ് ആവാം. അപ്പോൾ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ഈ ഭർത്താവ് ഇങ്ങനെ അവിടെ ഗേൾസിനോടൊക്കെ മിണ്ടുന്നോണ്ട് വൈഫിന് പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇല്ല, വൈഫ് സെക്യൂർ ആണ് റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് ഈ വൈഫിന് പ്രശ്നമില്ല. ഈ വൈഫിനോ? ഈ വൈഫിന് എന്താ പറയണ്ടെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ആ വൈഫിന് കുറെ പറയാൻ പറ്റിയ സിനിമയുടെ കഥ. ഒരുപാട് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് കാണാം. ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല എന്റെ കാര്യം. കാരണം അത് അത്രയും ഭയങ്കര ഫ്രജൈലാണ് ആ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോളനിയിലേക്ക് നമുക്ക് ഊഹിക്കാമല്ലോ. ഒരു കോളനിയിലേക്ക് പുതിയ ആൾക്കാർ വരുന്ന, അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡും അവിടെ അവരുടെ കിങ്ഡം ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് വേറൊരാൾ വന്ന് അയാൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ, അയാൾ ഇവരുടെ ഒരു സുപ്രീമസി കളയുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ടും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ ആ കോളനിയിൽ. അപ്പം അങ്ങോട്ട് കൂട്ടുള്ള ക്ലാഷുകളും സംഭവങ്ങളും പോയിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ ഒരു മാക്സിമം പോയിന്റിലെത്തുമ്പോൾ അത് വേറെ ടോപ്പിക്കിലേക്ക് മാറും. പിന്നെ ആ പോകുന്ന കാര്യങ്ങളും നമ്മൾ രസകരമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാഴ്ചയിൽ സീരിയസ് ആയിട്ട് തോന്നുമെങ്കിലും അതെല്ലാം വളരെ രസകരമായിട്ട് പോകുന്ന കാര്യങ്ങളായിട്ടാണ്. ജോണി ചേട്ടനുണ്ട്, ജോണി ആന്റണി ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ പേഴ്സണലായിട്ട് പറയുക അച്ചായനുണ്ട്, ലാലു അലക്സ് അച്ചായനുണ്ട്. അടിപൊളി. അവരുടെയൊക്കെ ഏരിയ ഒക്കെ ഫുൾ ഫണ്ണാണ്. ഇതൊരു ഫൺ പാക്ക് മൂവിയാണ്. സുധിച്ചേട്ടാ വില്ലയിൽ എന്തൊക്കെയോ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കണ്ടെന്ന് അറിഞ്ഞല്ലോ. ഞാനോ? രാവിലെ എണീറ്റ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല പണിന്ന് ഞാൻ അറിഞ്ഞേ സുധിച്ചേട്ടന്.
അല്ല ഇതിന്റെ സംവിധായകൻ വിഷ്ണു ആദ്യം കാസ്റ്റ് ചെയ്തത് ഇവനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഫസ്റ്റ്. ഏത് ക്യാരക്ടറാണ്? ലിങ്കൻ. ഡിങ്കൻ. ഡിങ്കനാ ഉളിഞ്ഞുോട്ടക്കാരൻ. ഡിങ്കനല്ല ലിങ്കൻ. ലിങ്കൻ. ആ ഓക്കെ. ഉളിഞ്ഞുോട്ടം പരിപാടി CCTV. നിങ്ങളുടെ ഈ ലിങ്കൺ ഒരു ലിങ്കൻ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അവിടത്തെ ആ. എവിടുത്തെ? ആ ഏരിയയിലെ ആ ഏരിയയിലല്ല, ഒറിജിനല്. ശരിക്കും. ആ ഓക്കെ. എങ്ങനെ ഉണ്ടായി കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട്? എന്റെ പിന്നെ ഹാപ്പി അങ്ങനെ ഉണ്ടല്ലോ ഇതിന്റെ പേര്, ഉം. ഹാപ്പി ഫ്രെയിംസ് എന്ന്. അത് എന്റെ ചാനലിന്റെ അതായിരുന്നു എന്റെ ചാനലിന്റെ പേര് തന്നെയായിരുന്നു. അതെ. അയ്യോ അതെന്നാ ഞാൻ ഓൾറെഡി ആ പേരെടുത്ത്. ഉദ്ദേശിച്ചത് തട്ടിപ്പ് ചാനലാണെന്നാണ് മനസ്സിലായി, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ചാനലിൽ നല്ല പ്രൊമോഷൻ അല്ല, ക്യാരക്ടർ പെട്ടെന്ന് ഇട്ടാ വേണ്ടി പറഞ്ഞോ. പറയൂ ചേട്ടാ, ചേട്ടന്റെ ക്യാരക്ടർ. അതെ, ഒരു ഓൺലൈൻ പ്രവർത്തകനാണ്. അവിടെ അയാൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആള്. അയാൾക്ക് സത്യസന്ധമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അജിത് എന്ന ക്യാരക്ടറിൻ്റെ പേര് സൂര്യേട്ടൻ്റെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇങ്ങനത്തെ ക്യാരക്ടർ. ഇടയ്ക്ക് കുറച്ച് ഇല്ല, അതൊന്നുമില്ല. അത് എൻ്റെ ഭാഗത്ത് കറക്റ്റാ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഞാൻ വളരെ സത്യസന്ധനായിട്ട് അവരുടെ കുടുംബത്തിന്. ഞാനാണ് കുഴപ്പം. ഇവരാരും എന്തായാലും സമ്മതിക്കുന്ന പ്രശ്നം ഇവർക്ക് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന് എനിക്ക് സമ്മതിക്കില്ല. ഞാനാണ് വില്ല, ഞാനാണ് നെഗറ്റീവ് ഷെയ്ഡ്. പോരെ. തീർന്നതാണ്. അല്ല, ബീച്ചേട്ടൻ ഔട്ട്സൈഡർ വന്നത് കാര്യം. അപ്പൊ പുള്ളിയെ ശ്രദ്ധിക്കണ്ടേ. നിങ്ങളൊക്കെ ഓൾറെഡി അവിടെ ഉള്ള ആൾക്കാരാണല്ലോ. നമ്മളവിടെ വർഷങ്ങളായിട്ട് അവിടെ സന്തോഷത്തോടെ വാഴുന്ന സമയത്താണ് ബീച്ചേട്ടന്റെ എൻട്രി. അതോടുകൂടി അവിടെ ഫുള്ള് അലൈൻമെന്റ് തെറ്റും. ആ അലൈൻമെന്റ് ആർക്കൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ് സിനിമ. ഇപ്പൊ മല്ലു സിംഗില് സുരാജന്റെ ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ, അതാ വരുന്നേ, അത് അപ്പൊ സ്പോട്ടിൽ സുരാജന്റെ വന്ന സാധനമായിരുന്നു. അത് അപ്പൊ തന്നെ ചെയ്തതായിരുന്നു അല്ലേ? അങ്ങനെ സ്പോട്ട് അതിൽ കുറേ ഉണ്ടായിരുന്നു. ബീച്ചേട്ടനും ഞാനുമായിട്ടുള്ള കുറേ സീൻ ഉണ്ടായിരുന്നു. ഭയങ്കര രസകരമായിരുന്നു അന്നത്തെ ഓർമ്മകൾ. പിന്നെ പഞ്ചാബ്, ഒരുപാട് പടം നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ, മായാമോഹിനി, മല്ലു സിംഗ്, സീനിയേഴ്സ്, ഇങ്ങനെ. അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൂവി ഏതായിരിക്കും ചെയ്തതിൽ? അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. ഓരോ സിനിമയ്ക്കും ആ ലൊക്കേഷൻ നമ്മൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കും. അങ്ങനെയാണ് ഓരോ സിനിമ. അങ്ങനെയാണ് ഒരു സിനിമയുടെ ലൊക്കേഷൻ. ഈ സിനിമയ്ക്ക് നമ്മൾ കൂടുതൽ ട്രാവൽ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു സ്പേസിലായിരുന്നു, ഒരു വില്ല എന്ന് പറഞ്ഞ ഗേറ്റഡ് കോളനിയിൽ. വേറെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും വരാത്ത രീതിയിലുള്ളൊരു സ്ഥലമായിരുന്നു നമുക്ക് കിട്ടിയത്. അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മാത്രമായിട്ടുള്ള പ്രൈവറ്റ് സ്പേസ് ആണ് അത് ആക്ച്വലി. അപ്പോൾ നമ്മൾ അഭിനയിക്കാനും കംഫർട്ടബിൾ ആയിരുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മൊമെൻറ്റ്സും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ താമസിക്കുന്ന ആൾക്കാരോട്ടെ വേണമെങ്കിൽ കൂടുതൽ സമയം ഒരുമിച്ചിരിക്കാൻ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഈ സിനിമയാണ് കുറച്ചും കൂടി രസകരമായിരുന്നു എന്ന് നമുക്ക് പറയാം. ബീച്ചേട്ടാ, എനിക്ക് എപ്പോഴും എനിക്ക് മേരിക്കുണ്ടൊരു കുഞ്ഞാട് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഡയലോഗ്സ് ഉള്ള ക്യാരക്ടറും ഡയലോഗ്സ് അധികം ഇല്ലാതെ ഇമോഷൻസ് വെച്ച് മാത്രം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടാണോ തോന്നിയിട്ടില്ല? ഇപ്പം അതിൽ ഫുഡ് കഴിക്കുക, ചുമ്മാ കറങ്ങി നടക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ഫുൾ ഇമോഷൻസ് വെച്ചിട്ടുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു, ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ. എല്ലാം സ്ക്രിപ്റ്റാണ് ആക്ച്വലി. സ്ക്രീൻ പ്ലേയിലുണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽ. നമ്മളതനുസരിച്ച് ബിഹേവ് ചെയ്യേ വേണ്ടു. പിന്നെ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ നമ്മളായിട്ട് ആ സ്ഥലത്ത് വരുത്താവുന്ന മാറ്റങ്ങളല്ലാതെ ചെയ്യും. ഞാനിപ്പോൾ ഡയലോഗ്സ് ഉള്ളതാണെങ്കിലും ഡയലോഗ്സ് ഇല്ലാത്തതാണെങ്കിലും അതിൻ്റെ കറക്റ്റ് അവരെഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മളാ ഒരു അതിൽ ചലനങ്ങൾ ഇപ്പോൾ ഞാൻ കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് പറയുന്നത് ചിലപ്പോൾ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് കുറേ എന്നുള്ള ഡയലോഗ് നമ്മൾ കംഫർട്ടബിൾ ആവില്ല. ചിലപ്പോൾ അതൊരു നോട്ടത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെങ്കിൽ അതായിരിക്കും. അതെല്ലാം സ്ക്രിപ്റ്റിലുണ്ടാവും, അതനുസരിച്ച് നമ്മൾ ചെയ്യണമെന്നില്ല. ഞാൻ രണ്ടിനും കംഫർട്ടബിളാണ്. മറ്റാകുമ്പോൾ ഡബ് ചെയ്യേണ്ട, അധികം ഡബ് ചെയ്യണം. അതെ, ഡയലോഗ് ഒന്നും അധികം. സെറ്റിൽ സുരാജന്റെയും സൂചേന്റെ ഒക്കെ പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരുന്നോ? മിമിക്രി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇവര് സിനിമ കൂടുതൽ ലൈവ് ആയിരുന്നത് ബാക്കി ഏരിയകളിലാണ്. അതെന്ന് വെച്ചൊന്നുമില്ല, സുരാജ് ആള് കമ്പാരിറ്റീവ്ലി കുറച്ച് അധികം സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ നമുക്ക് സെറ്റിൽ അങ്ങനെ ഭയങ്കര ഫണ്ണെന്ന് പറയാൻ ക്യാരക്ടർ പിടിച്ചിരിക്കായിരുന്നു സുരാജേട്ടാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കോമ്പിനേഷൻ സമയത്ത് വളരെ സീരിയസ് ആയിരുന്നു. എന്താണ് സിനിമയെ കുറിച്ച് കൂടുതൽ നമ്മുടെ ഓഡിയൻസിലേക്ക് പറയാനുള്ളത്? നല്ല കാശ് മുടക്കി എടുത്ത പടമാണ്. രണ്ടാമത്തെ പടമാണ്. ആദ്യത്തേത് പുള്ള മർഡോണ ടൊവിനോ വെച്ചിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പടമാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം.
എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റോടുകൂടി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. തിരക്കഥാകൃത്ത് ഇതിനു മുമ്പ് ഒരു സൂപ്പർ ഹിറ്റ് ഫിലിം അദ്ദേഹത്തിനുണ്ടായിരുന്നു, കലി, അതിൻ്റെ റൈറ്ററാണ്. ഇതൊരു റിയൽ ഇൻസിഡൻറ്റ് മൂവിയാണ്. നടന്ന സംഭവം വരുന്ന 21-ാം തീയതി ഫുൾ ഫൺ പാക്കിലാണ് സംഭവം വരുന്നത്. നിങ്ങളെല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. അവൻ തന്നെ കട്ടുന്നു. ചേട്ടാ, ഇപ്പൊ ഇതില് ചുറ്റും അവിടുത്തെ ഭാര്യമാരൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കാണല്ലോ. കോളേജ് ടൈം ഒക്കെ എങ്ങനെയായിരുന്നു? കോളേജ് ടൈം ധാരണമായിരുന്നു, ഇങ്ങനെ കാര്യമില്ല. ചെറിയൊരു ചോക്ലേറ്റ്. അല്ലല്ല, ഞാനൊരു എഡ്യൂക്കേഷൻ സ്ഥലത്തല്ല പഠിച്ചത്. എൻ്റെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അല്ല, ഇതൊക്കെ നമുക്ക് ലൈഫിൽ ആണ് സിനിമ നമുക്ക് തരുന്നൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഓരോ കഥാപാത്രങ്ങളാണെങ്കിലും ഓരോ സ്ഥലത്ത് യാത്രയാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതും അങ്ങനത്തെ ഒക്കെ പലതും ചെയ്യാൻ പറ്റുന്നത് സിനിമയിലാണ്. ഇപ്പോൾ ഒരു വില്ല കമ്മ്യൂണിറ്റി എങ്ങനെയാണ് നമുക്ക് അടുത്തറിയാൻ പറ്റുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാൻ സിനിമ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഈ സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കഥ കേട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, അത് സിനിമയാക്കാമെന്ന് നമുക്ക് തോന്നി. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെ 21-ാം തീയതി പ്രേക്ഷകർ പ്രേക്ഷകരാണ് പറയണ്ടല്ലോ, നമ്മൾ വെറുതെ ഞങ്ങൾ ഘോരഘോരം ഉണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ സിനിമ വരുന്നുണ്ടെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ്, ആൾക്കാർ കാണുന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഞങ്ങളുടെ ഏരിയ കഴിഞ്ഞു, ഭംഗിയായി ചെയ്യുന്ന ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും ആൾക്കാർ കാണട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ, നല്ലൊരു സിനിമയായിട്ട് ഭവിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ബാക്കി ശ്രുതി പറയും. സുരാജ് ചേട്ടാ, ഭയങ്കര സന്തോഷം. ചേട്ടൻ ഇപ്പൊ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലോ, ഫസ്റ്റ് മൂവി. സന്തോഷല്ലേ, പ്രൊഡക്ഷൻ തുടങ്ങിയില്ലേ? അപ്പോ സിനിമ ഇപ്പൊ ഇന്നലെ പോസ്റ്റർ എല്ലാം പുറത്തേക്ക് വിട്ടു അതിന്റെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം അമ്മയുടെ പേരിലാണ് ചേട്ടൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, വിലാസിനി സിനിമാസ്. എന്താ അമ്മയുടെ പേരിടാൻ കാരണം? എന്തുകൊണ്ടാണ് പലരും പല രീതിയിൽ പേരുകൾ ഇടുമ്പോ സുരാജൻ എന്തുകൊണ്ടാണ് അമ്മയുടെ പേര് വെച്ചിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയത് എന്നുള്ളത്? അല്ല, അമ്മയോടുള്ള ഇഷ്ടം, പിന്നെ വിലാസിനി നല്ല പേരല്ലേ, അങ്ങനെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ബിചേട്ടാ, തലവൻ ഞാൻ കണ്ടു, ഭയങ്കര അടിപൊളി മൂവി ആയിരുന്നു. ആൻഡ് സുരാജേട്ട, ഓൾ ദ ബെസ്റ്റ്. ഇനി ആസ്ഫിക്കയുടെ കൂടെ സുരാജേന്റെ കോമ്പോയിൽ അടുത്ത അഡിയോസ് അമിഗോ മൂവി വരാൻ പോകണം. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നടന്ന സംഭവം ഒരു പൊളിക്കട്ടെ തിയേറ്റേഴ്സിൽ. ഞാനും എന്തായാലും കണ്ടിട്ട് പറയും. ഓക്കെ, താങ്കളുടെ പുതിയ ചാനലിനും ഞങ്ങളുടെ എല്ലാ വിശ്വസും അറിയിക്കുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നടന്ന സംഭവം ജൂൺ 21 തിയേറ്റേഴ്സിലേക്ക് എത്താണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാം. എല്ലാവരെയും അതിന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.